അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, സ്നേഹമുള്ളവരെ, അടിഞ്ഞു വീണെടുത്ത് പിടഞ്ഞു വീണ് ഉടഞ്ഞു പോകരുത് എന്നോർമ്മിപ്പിക്കുക. ജീവിതത്തിൻ്റെ ചില ഊഷരമായ അനുഭവങ്ങളിൽ വീഴാനിടയായി ഉടഞ്ഞ് തകർന്ന് തരിപ്പണമായി പോയ ആളുകളുണ്ട്. അവിടെ കർമ്മശേഷി കൊണ്ടും ദൈവാശ്രയ ബോധം കൊണ്ടും ഉയർന്നു പറക്കാൻ വിളിയുള്ളവരാണ് നമ്മളെന്ന് മറക്കരുത്. ഇന്ത്യയുടെ അഭിമാനമായി ഈ ദിനങ്ങളിൽ സോഷ്യൽ മീഡിയകളിലും ഹൃദയങ്ങളിലും പറന്നുയർന്നു നിൽക്കുന്ന സഞ്ജു സാംസൺ ചില കിരാത മനസ്സുകളുടെ ഇടപെടലുകൾ കൊണ്ട് ഗാലറിയിൽ വെറുമൊരു വ്യൂവറായിരിക്കാൻ വിധിക്കപ്പെട്ട അവൻ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിൻ്റെ ഹരമായി മനോഹരമായ കാഴ്ചയായി മാറിയത് ചരിത്രത്തിൽ നമ്മൾ സാക്ഷികളായി. എല്ലാവരാലും തഴയപ്പെട്ട് ജീവിതത്തിൻ്റെ ഒരു അഭിമാന ഇടങ്ങളിൽ പോലും ക്ഷതമേറ്റ് മുറിവേറ്റ് പിടഞ്ഞു വീണവൻ ഉയർന്നു നിന്ന് ഇന്ത്യയുടെ അഭിമാനം കാത്ത് ലോകത്തിൻ്റെ നെറുകയിൽ അവൻ അഭിമാന നക്ഷത്രമായി തിളങ്ങി. വീണടത്ത് കിടന്ന് ഉരുണ്ട് ഉടഞ്ഞ് പിടഞ്ഞു തീരാതെ ഉയർന്നു പൊങ്ങാൻ ഇടയാകണം. ഏശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിൽ 40:31 പറയും പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ അവൻ തളരുകയില്ല. സഞ്ജു സാംസൺ കാണിച്ച അതാണ്. ലോകം മുഴുവൻ നോക്കി നിന്നില്ലേ ഒരു നിമിഷം തരിച്ചിട്ട്, ഹൃദയഹാരിയായ ഒരു കാഴ്ച കണ്ടിട്ട്. അവൻ അവസാനത്തെ 6ഉം 4ഉം അടിച്ച് 97 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ ഹെൽമെറ്റും അവൻ്റെ ഉപകരണങ്ങളായ ബാറ്റും നിലത്ത് വെച്ചിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് കരങ്ങൾ ഉയർത്തി കുരിശു വരച്ച് കൈകൾ വിരിച്ച് ദൈവമേ എന്ന് പറഞ്ഞ് നോക്കി നിന്നൊരു നിമിഷമുണ്ട്. ദൈവാശ്രയബോധത്തോടെ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് കർമ്മശേഷി പ്രകടിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ നമ്മൾ പൊതിയും. ആകർഷകമായ ഹരമായി മനോഹരമായ കാഴ്ചയായി അനേകർക്ക് സാക്ഷിയായി മാറുമെന്നുള്ളതിന് തെളിവാണ് വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുക. ഉടഞ്ഞു കിടക്കാതെ തരിപ്പണമായി പോകാതെ ഉയർന്നു പൊങ്ങി പറക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.